എല്ലാവർക്കും മല്ലുകൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് OTT റിലീസ് ചെയ്യുന്ന സിനിമകളും അതുപോലെ ഈ ആഴ്ച റിലീസ് ചെയ്യുന്ന 20 സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് പാലും പഴവും എന്ന സിനിമയെ കുറിച്ചാണ്. മീര ജാസ്മിൻ അശ്വിനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ മുഴുവനായിട്ടും കോമഡി മൂവിയാണ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഈ സിനിമയുടെ OTT റിലീസ് ഇന്ന് ഡിസംബർ 20-ന് സൈനാപ്ലേ എന്ന OTT പ്ലാറ്റ്ഫോമിൽ വൈകിട്ട് 6 മണിക്കാണ് ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മുറ എന്ന സിനിമയെ കുറിച്ചാണ്. കപ്പേള സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറാണ് മുറ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. സുരാജ്, കനി കുസൃതി തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോഴിതാ മുറ എന്ന സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 12 മണിയോടെ സിനിമ ആമസോണിൽ ലൈവ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മദനോത്സവം എന്ന സിനിമയെ കുറിച്ചാണ്. സുരാജ്, ബാബു ആന്റണി എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച സിനിമയായിരുന്നു മദനോത്സവം. ഈ സിനിമ തിയേറ്ററുകളിൽ ഇറങ്ങിയിട്ട് 1.5 വർഷമായി. ഇതുവരെ OTTയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു മുഴുനീള കോമഡി സിനിമയാണ് മദനോത്സവം. ആരാധകർ ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിത് ഇന്ന് സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ മദനോത്സവം എന്ന സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ കയറിയാൽ നിങ്ങൾക്ക് സിനിമ കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് കടകൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സോന, ഹക്കീം, ശരത്ത്, ജാഫർ ഇടുക്കി, ഹരിശ്രീ അശോകനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഇന്നലെ രാത്രിയായിരുന്നു. ഇന്നലെ സൺനെസ്റ്റിലായിരുന്നു സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കടകൻ എന്ന സിനിമ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഇതൊരു ആക്ഷൻ മാസ് സിനിമയാണ്. തിയേറ്ററുകളിൽ നിന്ന് കടകൻ എന്ന സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ സിനിമ ഈ ആഴ്ച തന്നെ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ ഡേറ്റ് വന്നാൽ നമ്മൾ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് നിറങ്ങൾ മൂன்று എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. അഥർവ, അമ്മു അഭിരാമി, നിക്കി ഗൽറാണിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ നേരത്തെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആഹ വീഡിയോസിൽ ഒഫീഷ്യലായിട്ട് സിനിമയുടെ OTT റിലീസ് വന്നിരിക്കുകയാണ്. ഇതൊരു ക്രൈം ത്രില്ലർ സിനിമയാണ്. നിറങ്ങൾ മൂன்று എന്ന സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ആനന്ദ് ശ്രീബാല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അർജുൻ അശോകൻ കേന്ദ്ര കഥാപാത്രമായ സിനിമയായിരുന്നു ആനന്ദ് ശ്രീബാല. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ലൊരു കയ്യടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ആനന്ദ് ശ്രീബാല. അർജുൻ അശോകൻ പോലീസായിട്ടാണ് സിനിമയിൽ വരുന്നത്. സംഗീത, അപർണ ദാസ്, മാളവിക മനോജ്, ശിവദ, സൈജു ഗ്രൂപ്പ് തുടങ്ങി ഒരു നീണ്ട താരനിര തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ആനന്ദ് ശ്രീബാലയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം തന്നെ സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഡിസംബർ 27-നായിരിക്കും ആനന്ദ് ശ്രീബാലയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയെ കുറിച്ചാണ്. മറിമായൻ ടീമിന്റെ സിനിമയായിരുന്നു പഞ്ചായത്ത് ജെട്ടി. ഇതൊരു കോമഡി മൂവിയാണ്. സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോഴിതാ ഈ ക്രിസ്മസ് ദിനത്തിൽ ഏഷ്യാനെറ്റിൽ വൈകിട്ട് 7 മണിക്കാണ് സിനിമയുടെ പ്രീമിയർ ഷോ. അതുപോലെ 24-ാം തീയതി മനോരമ മാക്സിൽ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയെ കുറിച്ചാണ്. ടോവിനോ തോമസ് നായകനായ സിനിമയായിരുന്നു നടികർ. ഈ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ സിനിമയുടെ OTT അവകാശം വിറ്റുപോയിരിക്കുകയാണ്. ഹോട്ട്സ്റ്റാർ ആണ് നടികർ എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ടോവിനോ, ദിവ്യ പിള്ളൈ, സൗബിൻ, ഭാവന, ചന്തു സലീംകുമാർ, ഗണപതി തുടങ്ങി ഒരു നീണ്ട താരനിര എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു കോമഡി മൂവിയാണ്. പക്ഷേ ഈ നടികർ എന്ന സിനിമ തിയേറ്ററുകളിൽ 8 നിലയിൽ പൊട്ടി. ഈ സിനിമ ജനുവരിയിൽ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് താനാര എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഷൈൻ ടോം ചാക്കോ, അജു വർഗീസ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ദീപ്തി തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കോമഡി മൂവിയാണ് താനാര. തിയേറ്ററിൽ ഈ സിനിമ ഫ്ലോപ്പായിരുന്നു. ഇപ്പോഴിതാ സിംപ്ലി സൗത്ത് ആമസോൺ പ്രൈം ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ഡിസംബർ മാസം 27-നാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഓശാന എന്ന സിനിമയെ കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായ സിനിമയായിരുന്നു ഓശാന. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. പക്ഷേ
പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഒരുപാട് യുവതാരങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. മനോരമ മാക്സ് കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും ഓശാൻ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഐ ആം കാതലൻ എന്ന സിനിമയെ കുറിച്ചാണ്. നസ്ലിന്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു കാതലൻ. പക്ഷേ സിനിമയ്ക്ക് എവറേജ് അഭിപ്രായം മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ വിജയിച്ചില്ല. ഗിരീഷ് ഏടിയാണ് സിനിമ സംവിധാനം ചെയ്തത്. പ്രേമലുവിന് ശേഷം വന്നതുകൊണ്ട് സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ 8 നിലയിൽ പൊട്ടി. അനിഷ്മ, ലിജോമോൾ, വിനീത്, ദിലീഷ് പോതൻ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT അവകാശം മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ ഇപ്പോൾ മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ആഴ്ചയാണ് കാതലൻ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സ്വർഗവാസിൽ എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. RJ ബാലാജി, സെൽവരാജൻ, സാനിയ, ഷറഫുദ്ദീൻ തുടങ്ങി ഒരുപാട് പേരെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു ഡ്രാമ മൂവിയാണ്. ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡിസംബർ 27 നെറ്റ്ഫ്ലിക്സിലാണ്. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും അന്ന് തന്നെയാണ് റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെ കുറിച്ചാണ്. ദിലീപും തമനയുമാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ദിലീപ് ഒരു ഗാങ്സ്റ്ററാണ്. പക്ഷേ സിനിമ 8 നിലയിൽ പൊട്ടി. വലിയ ഹൈപ്പോട് കൂടിയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം തമനയുടെ മലയാള മൂവിയായിരുന്നു ബാന്ദ്ര. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ബാന്ദ്ര എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ഡിസംബർ മാസത്തിലാണ് സിനിമയുടെ റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഡിസംബർ 27 ആമസോൺ പ്രൈമിൽ ബാന്ദ്ര എന്ന സിനിമ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയെ കുറിച്ചാണ്. അസ്കർ, റായ് ലക്ഷ്മി, അന്ന റെജി, അജു വർഗീസ്, റിയാസ് ഖാൻ, സ്വാസിക, ബാബു റെജി തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് DNA എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ DNA എന്ന സിനിമയുടെ OTT അവകാശം സൈനപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ഡിസംബർ മാസം 27 DNA എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ത്രയം എന്ന സിനിമയെ കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസൻ, സണ്ണി വെയിൻ, ചന്തു, അജു വർഗീസ്, ഡെയിൻ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ത്രയം എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ് ത്രയം എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 27 അല്ലെങ്കിൽ 31 ഈ ദിവസമായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെ കുറിച്ചാണ്. ദിലീപിന്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു തങ്കമണി. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ദിലീപ് നിത പിള്ളയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോയത്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചില്ല. നല്ലൊരു റെസ്പോൺസ് അല്ല സിനിമയ്ക്ക് ലഭിച്ചത്. തങ്കമണി ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം തങ്കമണി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ഡിസംബർ മാസം അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കാണ് തങ്കമണി എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പ 2 എന്ന സിനിമയെ കുറിച്ചാണ്. അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫഹദ് വാസിൽ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് കേരളത്തിൽ നെഗറ്റീവ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമ കേരളത്തിന് പുറത്ത് ഹിറ്റായി. നിലവിൽ പുഷ്പ 2 എന്ന സിനിമ 1500 കോടി രൂപ കളക്ഷൻ നേടിയിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിൽ OTT റിലീസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ 5 പുഷ്പ 2 റിലീസായത്. അതുകൊണ്ട് ജനുവരി 5 പുഷ്പ 2 OTTയിൽ വരും. നെറ്റ്ഫ്ലിക്സിലാണ് സിനിമയുടെ റിലീസ്. അതിനു മുന്നേ സിനിമ ലീക്കായിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എന്ന OTT പ്ലാറ്റ്ഫോമിൽ ഈ വരുന്ന ദിവസങ്ങളിൽ പുഷ്പ 2 OTT വരുന്നതായിരിക്കും. HD പ്രിന്റ് ആയിരിക്കും ലീക്കാവാൻ പോകുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ പുഷ്പ 2 നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ജോജു ജോർജ്, മെർലിൻ തോമസ്, അഭിനയ, ജുനൈസ്, ചാന്ദിനി തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജോജുവിൻ്റെ ആദ്യത്തെ സംവിധാന സിനിമയായിരുന്നു പണി. ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. സിനിമ ഹിറ്റാവുകയും ചെയ്തു. സാഗർ സൂര്യയാണ് സിനിമയിലെ വില്ലൻ. ജോജുവിൻ്റെ ആദ്യത്തെ സംവിധാന സിനിമ ആയതുകൊണ്ട് നല്ല ഹൈപ്പോട് കൂടിയാണ് സിനിമ തിയേറ്ററുകളിൽ വന്നിട്ടുണ്ടായിരുന്നത്. 30 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടി. ഇപ്പോഴിതാ പണി എന്ന സിനിമയുടെ OTT അവകാശം സോണി ലീവ് വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിലാണ് സിനിമയുടെ റിലീസ്.
എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 1-ാം തീയതി ആയിരിക്കും സോണി ലീവിലൂടെ പണി എന്ന സിനിമയുടെ OTT വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.